everyone, it's me Sia Farzana here. Welcome back to my channel. അപ്പോൾ January 26 എക്സാം ഇസ് നിയർ ബൈ. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന ഒരു ചാപ്റ്റർ ആണ് IFM വെരി സ്കോറിംഗ് ചാപ്റ്റർ 2. അപ്പോൾ ആകെ ഒരു ടെസ്റ്റ് യുവർ നോളജിൽ 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിൽ 2 ക്വസ്റ്റ്യൻസ് യു ക്യാൻ മാനേജ് ബൈ യുവർ സെൽഫ്. അതിൽ 3 ക്വസ്റ്റ്യൻസ് യു നീഡ് ബിറ്റ് കോൺസെപ്റ്റ്സ്. ദാറ്റ് വിൽ ബി കവേർഡ് ഇൻ ദിസ് വീഡിയോ ഇറ്റ് സെൽഫ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു റിക്വസ്റ്റ് ആണ്, ഡോണ്ട് സ്കിപ്പ് ദിസ് ചാപ്റ്റർ അറ്റ് ഓൾ. കാരണം ഡിറ്റോ ICA ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈവൻ എനിക്ക് എക്സാമിഷൻ കിട്ടിയ അറ്റംപ്റ്റിലും ഒരു ഡിറ്റോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഐ ഗോട്ട് ഫുൾ മാർക്സ് ഇൻ ദാറ്റ്. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ബിഹൈൻഡ് എവറി വീഡിയോ ദർ ഇസ് ലോഡ് ഓഫ് എഫേർട്സ്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോ വരുന്നത്. അപ്പോൾ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് നോട്ട് ഡിലേ എനി ഫർദർ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്? എപ്പോഴും നമ്മൾ ഏത് ചാപ്റ്റർ ആണ്, ആ ചാപ്റ്റർ എന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇന്റർനാഷണൽ ആണ്, വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് അല്ലേ, വലിയ കളിയാണ്, ചെറുതൊന്നുമല്ല, ഇന്റർനാഷണൽ. ഷാനി, ഇത് ചെറിയ കളിയല്ല, അതെ, വലിയ കളികൾ മാത്രം. അപ്പോൾ ഒരു ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രി മറ്റൊരു കൺട്രിയിൽ കുറച്ച് ട്രാൻസാക്ഷൻസ് നടത്തും. സം ഇന്റർനാഷണൽ, ഒരു കൺട്രിയിലുള്ള ഒരാൾ മറ്റൊരു കൺട്രിയിലുള്ള ഒരാളുമായിട്ട് ട്രാൻസാക്ഷൻസും കാര്യങ്ങളും നടക്കുന്നത്. സം ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ, സിമ്പിൾ ആയിട്ട് പറയണം. അപ്പൊ ഈ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ് എന്ത് റിലേറ്റഡ് ആണ്? സം പ്രൊജക്ട്സ്. അപ്പോ ഇന്റർനാഷണൽ FM എന്ന് പറഞ്ഞാൽ ബേസിക് FMന്റെ കുറച്ച് കോൺസെപ്റ്റ്സ് ഇതിൽ വേണം കേട്ടോ. അപ്പൊ ഇന്റർനാഷണൽ FM, ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ സം ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ്. ഈ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ എന്ത് റിലേറ്റഡ് ആണ്? സം പ്രോജക്ട്സ്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ കൺട്രിയിലുള്ള ഒരാൾക്കാർ മറ്റൊരു കൺട്രിയിൽ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഈ പ്രൊജക്റ്റ് ഈ കൺട്രിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫിനാൻഷ്യൽ വയബിലിറ്റി എങ്ങനെയാണ്, ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഈ ചാപ്റ്റർ. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ FMൽ പഠിച്ചിട്ടുണ്ടല്ലോ, സം പ്രൊജക്ട്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? NPV, എന്താണ്? നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? NPV കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് അല്ലേ. അതിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യലി നമ്മളൊരു പ്രൊജക്റ്റ് വെറുതെ ചിരിച്ചു കൊടുത്താൽ ആ പ്രൊജക്റ്റ് അങ്ങ് ഓൺ ആവുമോ? ഇല്ല, നമ്മൾ കുറച്ച് പൈസ ഇറക്കണം. അപ്പൊ നമ്മളൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ത്? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഇനി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? ഇല്ല, ഇങ്ങോട്ടേക്ക് റിട്ടേൺ വേണം അല്ലേ. അപ്പോൾ യൂഷ്വലി ഒരു പ്രൊജക്റ്റ് എന്താകും? ഫോർ സം പീരീഡ് ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വിൻമിൽ പ്രൊജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അതിൻ്റെ ഒരു ടെന്യൂർ ടോട്ടൽ പീരീഡ് ആണ് 5 years. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 10 lakhs ഞാൻ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കും. ഓരോ വർഷം എനിക്ക് അതിൽ നിന്ന് കുറച്ച് ഇൻഫ്ലോസും കാര്യങ്ങളും കിട്ടുമല്ലോ. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ഇൻഫ്ലോ വരും, 2 വർഷം കഴിഞ്ഞാൽ അങ്ങനെ ഓരോ വർഷം എനിക്ക് വരാൻ പോകുന്ന ഇൻഫ്ലോസ്, 5 yearsൽ എനിക്ക് വരാൻ പോകുന്ന ഇൻഫ്ലോസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ? 1 വർഷം 2 വർഷം എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു ടൈം ഇൻവോൾവ് അല്ലേ. ഇപ്പോഴല്ലല്ലോ കിട്ടും, നമുക്ക് 1 വർഷം കഴിഞ്ഞാൽ 2 വർഷത്തിൽ കഴിഞ്ഞിട്ട്. സോ അപ്പൊ നമ്മൾ എന്തും കൂടി കൺസിഡർ ചെയ്യണം? ടൈം വാല്യൂ ഓഫ് മണി അല്ലേ. ടൈം വാല്യൂ ഓഫ് മണി. ഈ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാല്യൂ ഓഫ് മണി ചേഞ്ചസ് ഓവർ ടൈം. അപ്പൊ ടൈം ഇൻവോൾവ് ആകുമ്പോഴേക്കും വാല്യൂ ഓഫ് മണി ചേഞ്ച് ആവും. ഇൻഫ്ലേഷൻ, വേറെ കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ കാരണം ചേഞ്ച് ആവും. ഫോർ എക്സാമ്പിൾ നമ്മൾ 5 രൂപയുടെ മഞ്ച് 2 വർഷം മുന്നേ ഒക്കെ കിട്ടിയായിരുന്നു, ഇപ്പൊ കിട്ടുന്നില്ല, 10 രൂപയാണ്. ഇപ്പൊ 2 വർഷം മുന്നേ നമുക്ക് മഞ്ച് അപ്പൊ നോക്കുകയാണെങ്കിൽ അവർ 5 രൂപയായിരുന്നു കൺസിഡർ ചെയ്യുക. പക്ഷെ 2 വർഷം കഴിഞ്ഞ് ഇന്നത്തെ എടുക്കുകയാണെങ്കിൽ ഇന്ന് 5 രൂപക്ക് അവൈലബിൾ ആണോ? ഇല്ല, 5ന് വരെ നമ്മൾ 10 എടുക്കേണ്ടി വരും. അപ്പൊ അതാണ് ടൈം ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കൗണ്ടഡ് വാല്യൂ ആണ് നമ്മൾ എടുക്കുക. കാരണം ഇപ്പൊ പ്രസന്റിൽ എത്രയാണ് അതിന്റെ വാല്യൂ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കോൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ ഞാൻ പറഞ്ഞു തന്നോളൂ. സോ നമ്മൾ എന്ത് ചെയ്യും? NPV കാണും, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഇത് ചെയ്തിട്ട് പോസിറ്റീവ് ആണ് വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും പ്രൊജക്ട്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഇൻഫ്ലോസ് കൂടുതലാണ്, നമുക്ക് ലാഭമുണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ റിജക്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ, ഭയങ്കര സിമ്പിളാണ്. ഇനി അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് നോട്ട്സും കൂടി നോക്കാം. In this chapter, various international projects proposed by different countries are analyzed. അപ്പോൾ നമ്മൾ കുറച്ച് പ്രൊജക്ട്സ് എന്ത് ചെയ്യാണ്? അനലൈസ് ചെയ്യാണ്. പക്ഷെ അതെന്താ? നമ്മൾ വിത്തിൻ ഇന്ത്യയിലാണോ? അല്ല, വിത്തിൻ അവർ കൺട്രി ആണോ? അല്ല,
ഇന്റർനാഷണൽ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ് ആണ്. സോ ടു ഡിസൈഡ് വെദർ എ പ്രൊജക്ട് ഷുഡ് ബി അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്, ഓഫ് കോഴ്സ് നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. നെറ്റ് പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. If it is positive, we will accept the project. If it is negative, we will reject the project. Okay? അപ്പം ഞാനിപ്പോൾ എന്ത് പറഞ്ഞു? എൻ പി വി ഇസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് പറഞ്ഞു. അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഈ വരാൻ പോകുന്ന ഇൻഫ്ലോസ് എത്രയാണ് നമുക്ക് നോക്കണമല്ലോ. പക്ഷെ ഇൻഫ്ലോസ് നമുക്ക് ഈ ഇൻഫ്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇങ്ങോട്ടേക്ക് റിട്ടേൺ മാത്രമേ ഉണ്ടാവുള്ളൂ? അല്ല, നമുക്ക് കുറച്ച് കോസ്റ്റും കൂടി ചിലപ്പം ഫേസ് ചെയ്യേണ്ടി വരും. ഈ പ്രൊജക്റ്റ് ഓൺ ആക്കിയതിൻ്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ ചില കോസ്റ്റും കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൺസിഡർ ചെയ്യേണ്ടി വരും. പക്ഷെ എല്ലാ കോസ്റ്റും നമുക്ക് കൺസിഡർ ചെയ്യണോ? വേണ്ട. അതിൽ ആ പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ലാൻഡ് പർച്ചേസ്ഡ്. എനിക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഈ പ്രൊജക്റ്റ് ഞാൻ ഓൺ ആക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ലാൻഡ് ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫാക്ടറി ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. ഓക്കെ, ഫാക്ടറി ബിൽഡ് ചെയ്യണം. അപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ലാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇത് ഞാൻ എന്ത് ചെയ്യാണ്? ലാൻഡ് വാങ്ങിച്ചു. അപ്പോൾ ഇത് ഞാൻ കൺസിഡർ ചെയ്യണം. ഒരു 50 lakhs-നാണ് ഞാൻ ലാൻഡ് വാങ്ങിച്ചെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ലാൻഡ് ഉണ്ട്, അതിൻ്റെ വർത്ത് 50 lakhs ആണെന്ന് വിചാരിക്കും. ഞാൻ കൺസിഡർ ചെയ്യണം? വേണ്ട. കാരണം എന്താ? കാരണം ഈ ലാൻഡും ഫാക്ടറിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു അസറ്റാണ്. ഈ ഫാക്ടറി ഞാൻ കൺസ്ട്രക്ട് ചെയ്താലും ഇല്ലെങ്കിലും, ആ പ്രൊജക്ട് ഓൺ ആയാലും ഓഫ് ആയാലും എന്തായാലും, അത് ലാൻഡ് എനിക്ക് എന്നും ഒരു അസറ്റായിട്ട് കിടക്കില്ലേ? ഇന്ത്യ 16 PP-യിൽ ഓർക്കുന്നില്ലേ? ലാൻഡ് എപ്പോഴും ഒരു സെപ്പറേറ്റ് അസറ്റാണ്. ഇറ്റ്സ് എ സങ് കോസ്റ്റ്. അത് നമ്മൾ ഇതിൽ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. ആ പ്രൊജക്റ്റ് ഓൺ ആയാലും ഓഫ് ആയാലും നമുക്ക് എന്നും ആ ലാൻഡ് നമ്മളെ കയ്യിൽ തന്നെ കിടക്കൂലേ? അപ്പോൾ ഇത് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇറ്റ് ബിക്കംസ് എ സങ് കോസ്റ്റ്. എന്താണ്? സങ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യില്ല? എടുക്കോ? ഇല്ല. വി വിൽ നോട്ട് ടേക്ക് ഇറ്റ്. ഓക്കെ, സപ്പോസ് ഈ ലാൻഡ് നമ്മളൊരു ലീസിന് കൊടുത്തിരുന്നു എന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ലാൻഡ് ഉണ്ട്, പക്ഷെ ഞാൻ ലീസിന് കൊടുത്തിരുന്നു അഗ്രികൾച്ചർ പർപ്പസിന് എന്തെങ്കിലും. അപ്പോൾ എനിക്ക് എല്ലാ മാസവും എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റെൻ്റൽ ഇൻകം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക, ഒരു 10,000 rupees. അപ്പോൾ ഇനി ഞാൻ അവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോയി, ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യാൻ പോകും. ഇനി എനിക്ക് അത് കിട്ടുമോ? ഇല്ല. ഞാൻ ആ ലീസിങ് ഒക്കെ നിർത്തി വെക്കും, ഇല്ലേ? അപ്പോൾ എനിക്ക് എല്ലാ മാസവും സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്ന 10,000 ഇനി സ്റ്റോപ്പ് ആവില്ലേ? യെസ്. അപ്പോൾ അതെന്താണ്? എൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പം ഞാനൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് എനിക്ക് അതിൽ നിന്ന് സ്ഥിരമായിട്ട് ഓൾറെഡി കിട്ടിയിരുന്ന വരുമാനം എനിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു കൺസിഡർ ദാറ്റ്. യെസ്, ബിക്കോസ് ഇറ്റ്സ് എ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സോറി, അത് ഇവിടെയാണ് എഴുതുന്നത് കേട്ടോ. സോ ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സോ we have to consider. Yes. ഇനി അടുത്തത് അലോക്കേറ്റഡ് കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ് എടുക്കാൻ പോകാമെന്ന് വിചാരിക്കും. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്കൊരു ക്ലാസ്, ഇപ്പോൾ എൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു ക്ലാസ് അവരെന്ത് ചെയ്യും? എനിക്ക് അലോട്ട് ചെയ്ത് തരും. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പിള്ളേർ വരും, ഞാൻ ക്ലാസ് എടുക്കാൻ വരും. അപ്പോൾ പ്രൊജക്ടർ ഓൺ ആക്കേണ്ടി വരും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്, ലൈറ്റ്സ് ഓൺ ആവേണ്ടി വരും, അതുപോലെ തന്നെ AC ഓൺ ആക്കേണ്ടി വരും. അങ്ങനെ എല്ലാം വരും. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ് ഇല്ലെങ്കിൽ ഇതിനൊന്നും ആവശ്യം ഉണ്ടായിട്ടുണ്ടാവില്ല. പ്രൊജക്ടറൊക്കെ ഓഫ് ആയിരിക്കും, ക്ലാസ് ലൈറ്റ്സും എല്ലാം ഓഫ് ആയിരിക്കും. അപ്പം ഞാൻ വന്നത് കൊണ്ടും ഞാൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ടും അല്ലേ ഈ ലൈറ്റ്സും ഇതൊക്കെ ഓണാക്കി ഇലക്ട്രിസിറ്റി ചാർജ് വരും, അതുപോലെ തന്നെ പ്രൊജക്ടറിൻ്റെ എല്ലാ കോസ്റ്റ് വരുന്നത്. അതെന്താണ്? അതാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. അതായത് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങിയത് കൊണ്ട് നമുക്ക് അത് കാരണം എന്തെങ്കിലും കോസ്റ്റ് വന്നാൽ അതിന് നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ ചെന്നത് കൊണ്ടല്ലേ അവിടെ ആ റൂമും ഇതൊക്കെ ഓണാക്കിയിട്ട് അവിടെ എക്സ്പെൻസ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യണം? ഞാൻ കൺസിഡർ ചെയ്യണം. അതിനു വേണ്ടി അലൊക്കേറ്റഡ് കോസ്റ്റ് എന്താ? ഇപ്പം എൻ്റെ ക്ലാസ് ഇല്ല എന്ന് വിചാരിക്കും, എന്നാലും സ്റ്റിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് റണ്ണ് ചെയ്യില്ലേ? പൂട്ടിയിട്ടോണ്ട് ഇരിക്കുമോ? ഇല്ല. അവിടെ റിസപ്ഷനിൽ ആളുണ്ടാവും, ക്ലീനിങ് ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചി എന്നും വന്ന് ക്ലീൻ ചെയ്ത് പോകും. സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടെങ്കിൽ ഡെയിലി സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് അവിടെ കാര്യങ്ങളൊക്കെ നോക്കും. റിസപ്ഷൻ ഓൺ ആയിരിക്കും. വേറെ വല്ല ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അതും. അങ്ങനെ എന്തായാലും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നുണ്ടാവില്ലേ? അപ്പോൾ സെക്യൂരിറ്റി ഗാർഡിനുള്ള എക്സ്പെൻസസ് എന്തായാലും വരും. ഞാൻ ക്ലാസ് എടുക്കാൻ പോയാലും ഇല്ലെങ്കിലും വരുമല്ലോ. ക്ലീനിങ് ചേച്ചിക്കുള്ള സ്റ്റാഫിനുള്ളത്, റിസപ്ഷനിൽ നിൽക്കുന്ന സ്റ്റാഫിന്, എല്ലാവർക്കുള്ള ഇത് ഞാൻ വന്നാലും ഇല്ലെങ്കിലും എന്തുണ്ടാവും? ഓൾറെഡി കോസ്റ്റ് ഉണ്ടാവും. അതാണ് അലൊക്കേറ്റഡ് കോസ്റ്റ്. എന്താണ് അലൊക്കേറ്റഡ് കോസ്റ്റ്? അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ആ പ്രൊജക്റ്റ് ഓൺ ആയാലും നടന്നാലും നടന്നില്ലെങ്കിലും ആ കോസ്റ്റ് നമുക്ക് എന്തായാലും ഇൻകർ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രൊജക്റ്റ് കാരണം വന്ന കോസ്റ്റ് അല്ല, ഓൾറെഡി നമ്മൾ ഫേസ് ചെയ്യുന്ന കോസ്റ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നുകൂടെ ഓർക്കുക,
ഒരു പ്രൊജക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യും, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. അതിൽ പോസിറ്റീവ് വന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. അതിൽ തന്നെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് തന്നെ ചിലപ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ്, ആ പ്രൊജക്റ്റ് കാണാൻ നമുക്ക് എന്തെങ്കിലും കോസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യേണ്ടി വരും, ആ കോസ്റ്റ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യേണ്ടി വരും. ലൈക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതുപോലെ തന്നെ ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. ഓക്കെ, അലൊക്കേറ്റഡ് കോസ്റ്റ് നമ്മൾ എടുക്കില്ല, അതുപോലെ സങ് കോസ്റ്റ് ഇതൊന്നും നമ്മൾ എടുക്കില്ല. അപ്പം നമ്മളിപ്പോൾ കോസ്റ്റുകളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ ഇനി ഒരു NPV ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അതിന് മുന്നേ എന്ത് ചെയ്യണം, ഒരു ചാർട്ട് വരക്കണം. ഈ ചാർട്ട് ICA പറഞ്ഞിട്ട് വരക്കുകയാണോ അല്ലെങ്കിൽ ആൻസറിൽ ഈ ചാർട്ട് വേണോ? വേണ്ട, ഇത് എൻ്റെ മാത്രം ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങളിത് എവിടെയും ആൻസർ ഷീറ്റിലൊന്നും വരക്കരുത് കേട്ടോ. ഇത് നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ അവിടെ ഒന്ന് ചെയ്താൽ മതി, കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞതെല്ലാം കൂടി സമ്മറൈസ് ചെയ്തുകൊണ്ട് ഒരു ചാർട്ട് വരക്കുന്നു. ഓക്കെ, NPV is equal to what? Present value of cash inflows minus present value of cash outflows. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വര അങ്ങ് വരയ്ക്കുന്നു. ഓക്കെ, ഇനി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഔട്ട്ഫ്ലോ? ഒന്നുമില്ല, നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തന്നെ എന്താ സംഭവം? നമ്മൾ ആക്ച്വലി ഇനീഷ്യലി ഇൻവെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തൊരു പ്രൊജക്റ്റ് ഓൺ ആക്കുന്നു. ഇനീഷ്യലി നമുക്ക് അസറ്റ് വേണ്ടേ? നമ്മൾ ബേസിക് FM എന്തായിരുന്നു? ബേസിക് FM നമ്മൾ പറഞ്ഞിരുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫിക്സഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ്സ് ഇസ് നത്തിങ് ബട്ട് വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് അസറ്റ്സ് ഇസ് നത്തിങ് ബട്ട് ഫിക്സഡ് ക്യാപിറ്റൽ. അല്ല, അസറ്റ്സ് വേണ്ടേ? അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ, നത്തിങ് ബട്ട് ദ അസറ്റ്സ്. പിന്നെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, സോ അതിന് വേണ്ടി വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി ഇനീഷ്യലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ഇനി നമ്മൾക്ക് കുറച്ച് കോസ്റ്റും കൂടി കൺസിഡർ ചെയ്യണ്ടേ? യെസ്, സം അതർ കോസ്റ്റ് വി ഹാവ് ടു കൺസിഡർ. ഓക്കെ, എന്തൊക്കെയായിരുന്നു ആ കോസ്റ്റ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ പ്രൊജക്റ്റ് കാരണം നമുക്ക് എന്തെങ്കിലും ഇൻകം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദെൻ പിന്നെ ഏതായിരുന്നു? ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. ഇനി നെക്സ്റ്റ് ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസ്. എന്താണ്? ഇനി ക്യാഷ് ഇൻഫ്ലോസിനെ പറ്റിയിട്ട് പറയുന്നത്. ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസ്. എന്താ ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു 10 ഇയർ ഉണ്ടാവില്ല. ഇപ്പോൾ 5 ഇയേഴ്സ് ആണ് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ 5th ഇയറിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തത് ഏതാണ്? ഫിക്സഡ് ക്യാപിറ്റൽ. ഈ പറഞ്ഞ അസറ്റ് അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ സാൽവേജ് വാല്യൂ ഉണ്ടാവുമല്ലോ, അത് വിറ്റ് നമുക്ക് പൈസ കിട്ടൂലേ? യെസ്, സോ ഇറ്റ്സ് സാൽവേജ് വാല്യൂ. ഓക്കെ, സോറി. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റലോ? നമ്മൾ ഓപ്പറേഷൻസിന് മൊത്തം ഒരു 10 ലക്ഷം വേണമെന്ന് വിചാരിക്കും, ഞാൻ കൊടുത്തു. പക്ഷെ 8 ലക്ഷം ചിലവായുള്ളൂ. റിമൈനിങ് 2 lakhs എനിക്ക് എന്ത് ചെയ്യാം? എടുത്തുകൂടെ? ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റിക്കവറി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ പറയണം എത്രയാണ് റിക്കവറി ചെയ്യാന്ന്. യൂഷ്വലി ക്വസ്റ്റ്യനിൽ അത് റിക്കവറി എത്രയാണ് എന്ന് പറയാറില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എത്രയാണോ വർക്കിംഗ് ക്യാപിറ്റൽ ഇനീഷ്യലി സ്പെൻഡ് ചെയ്ത് അത് മൊത്തം നമുക്ക് കിട്ടി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, 100% അസ്യൂം. ശരി, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ടാക്സ്. എന്താണ് ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ? നത്തിങ് ബട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്ലസ് ഡിപ്രിസിയേഷൻ, നോർമൽ. ഓക്കെ, അപ്പോൾ ഇതൊരു ചാർട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കാം. അതായത് NPV is equal to present value of cash inflows minus present value of cash outflows ആണ്. അതിൽ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇസ് നത്തിങ് ബട്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അതിൽ തന്നെ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും? അസറ്റ്സിന് വേണ്ടിയിട്ട് ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് അതർ കോസ്റ്റും കൂടി കൺസിഡർ ചെയ്യണം. പക്ഷേ ഈ അതർ കോസ്റ്റ് എന്താണ്? ഇൻഫ്ലോസിൽ നമ്മൾ കുറച്ച് അതർ കോസ്റ്റും കൂടി കൺസിഡർ ചെയ്യണം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇൻക്രിമെൻ്റൽ കോസ്റ്റ്, അത് ആ പ്രൊജക്റ്റ് കാരണം വരുന്ന കോസ്റ്റ്. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടാറുള്ള ഇൻഫ്ലോസ് വിച്ച് ഇസ് നത്തിങ് ബട്ട് ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ടാക്സ്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിൽ. പിന്നെ അതുപോലെ ആ എൻഡിൽ, ആ ടെന്യൂറിൻ്റെ എൻഡിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസ്. അതൊന്നുമല്ല, ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത ഫിക്സഡ് ക്യാപിറ്റൽ
ലാസ്റ്റ് നമുക്ക് സാൽവേജ് വാല്യൂ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ റിക്കവറി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇഫ് നത്തിങ് ഇസ് സെഡ് വി ക്യാൻ അസ്യൂം 100% നമുക്ക് റിക്കവർ ആയി. ഓക്കെ, അത്രയോ. കയ്യിൽ ഒരു മെഷീൻ എക്സ് ഉണ്ടെന്ന് വിചാരിക്കും. മെഷീൻ എക്സ് എനിക്കിപ്പോൾ എത്ര രൂപ ജനറേറ്റ് ചെയ്തതെന്ന്, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന 1 lakh rupees എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് എക്സിനെ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ വിത്ത് മെഷീൻ വൈ. അപ്പോൾ മെഷീൻ വൈ ഉണ്ട്. അപ്പോൾ ഈ മെഷീൻ വൈ ഞാൻ എക്സിനെ മാറ്റി വൈ ആക്കണമെങ്കിൽ എനിക്ക് 1 lakh എബോവ് എങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ എനിക്ക് മുതലാവോ? 90,000 എനിക്ക് നഷ്ടമല്ലേ? 1 lakh ഇവിടെ എക്സ് തരുന്നുണ്ട്, പിന്നെ ഞാനത് റീപ്ലേസ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഒരു സപ്പോസ് 1,30,000 ആണെന്ന് വിചാരിക്കും വൈ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഇൻകം. അപ്പോൾ എനിക്ക് ലാഭമല്ലേ? കാരണം 30,000 എക്സ്ട്രാ എന്ത് ചെയ്യുന്നുണ്ട്? വൈ എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് റീപ്ലേസ് ചെയ്യാം അല്ലേ? എക്സിനെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? വൈ അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്താണ്? നിലവിൽ എക്സ് 1 lakh തരുന്നുണ്ട്, വൈ 1,30,000 തരുന്നുണ്ട്. അപ്പോൾ 30,000 അല്ലേ നമുക്ക് വൈ കാരണം കിട്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം എക്സ് ഓൾറെഡി 1 lakh നമുക്ക് തരുന്നുണ്ടല്ലോ. അപ്പോൾ വൈ 1 lakh-നേക്കാളും എബോവ് തരുന്നതല്ലേ നമ്മളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, റീപ്ലേസ്മെന്റ് പ്രൊജക്ട്സ് ആണെങ്കിൽ ആ പ്രൊജക്ട് റീപ്ലേസ് ചെയ്യുന്നതോടെ നമുക്ക് എന്താണ് ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ് വരുന്നത്, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം എക്സിസ്റ്റിംഗ് ക്യാഷ് ഫ്ലോസ് നമുക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് പ്രൊജക്ട് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ആര് തരണം? റീപ്ലേസ്മെന്റ് പ്രൊജക്ട് തരണം. അപ്പോൾ എത്രയാണ് ആ ഇൻക്രിമെന്റ് വരുന്നത്, ദാറ്റ് വി വിൽ കൺസിഡർ. ഓക്കെ. ഓ in case of replacement projects we only consider what? Incremental cash flows. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ പ്രൊജക്ട് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ. ഓക്കെ, ശരി. അപ്പം നമുക്ക് ഇനി നേരിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് കേട്ടോ. ശരി. A multinational company is planning to set up a subsidiary company in India. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഒരു സബ്സിഡിയറി കമ്പനി ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. വേർ ഇറ്റ് വാസ് എക്സ്പോർട്ടിങ്. അപ്പോൾ ഓൾറെഡി അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് പകരം ഇന്ത്യയിൽ തന്നെ സബ്സിഡിയറി കമ്പനി സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അവർ എക്സ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ സബ്സിഡിയറി കമ്പനി ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഇല്ല. അപ്പോൾ ഇതെന്താണ്? ഒരു റീപ്ലേസ്മെന്റ് പ്രൊജക്റ്റ് അല്ലേ? നിലവിൽ അവർക്ക് ഓൾറെഡി ഒരു സംഭവം നടക്കുന്നുണ്ട്, അത് റീപ്ലേസ് ചെയ്യാണ്. എങ്ങനെ? ബൈ സെറ്റിംഗ് അപ്പ് എ സബ്സിഡിയറി കമ്പനി. സോ അപ്പോൾ ഇതെന്താണ്? ഒരു റീപ്ലേസ്മെന്റ് പ്രൊജക്റ്റ് ആണ്. ഒരു റീപ്ലേസ്മെന്റ് പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ റീപ്ലേസ്മെന്റ് പ്രൊജക്റ്റ് ആണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്? എന്ത് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ? ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ്. എന്താണ്? ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ്. ഓക്കെ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ വായിക്കുമ്പോൾ ഭയങ്കര ആ ഫ്ലോയില് ആ കഥ കേൾക്കുന്ന പോലെ നോക്കുക കേട്ടോ. ശരി. അപ്പോൾ ഇറ്റ് ഈസ് പ്ലാൻ ടു സെറ്റപ്പ് എ സബ്സിഡിയറി കമ്പനി. ഇറ്റ് വാസ് എക്സ്പോർട്ടിങ്. ഇപ്പോൾ നിലവിൽ ഇപ്പം അതെന്ത് ചെയ്യാണ്? സബ്സിഡിയറി കമ്പനിയായിട്ട് റീപ്ലേസ് ചെയ്യാൻ പോകും. In view of growing demand for its product and competition from other MNCs, okay, the initial project cost, it is nothing but the initial investment consisting of plant and machinery including installation is estimated to be $500 million. Okay, the net working capital requirements are estimated to be 50 million. Okay, the company follows straight line method of depreciation. Okay, presently the company is exporting. ഇപ്പോൾ presently അവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? They are exporting 2 million units every year at a unit price of $80. Variable cost is $40. അപ്പം നിലവിൽ അവർ എക്സ്പോർട്ട് ആണ് ചെയ്യുന്നത്. അത് എത്രയാണ്? $80 ആണ് സെയിൽ വാല്യൂ. വേരിയബിൾ കോസ്റ്റ് എത്ര? 40. അപ്പോൾ അവർക്ക് കോൺട്രിബ്യൂഷൻ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന എത്രയാണ്? $40. ഓക്കെ. ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ ഹാസ് estimated the following operating cost and other data in respect of proposed project. ഇനി പറയാൻ പോകുന്നത് ആ പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റിൽ വരാൻ പോകുന്നതാണ് കേട്ടോ. വേരിയബിൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വിൽ ബി $20 per unit of production. അതിൻ്റെ വേരിയബിൾ കോസ്റ്റ്. ഓക്കെ. അഡീഷണൽ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്താ അഡീഷണൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻക്രിമെൻ്റൽ. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഈ പ്രൊജക്റ്റ് കാരണം ഉണ്ടാവാൻ പോകുന്ന കോസ്റ്റ് ഏതാണ്? ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എത്രയാണ്? ഇറ്റ് വിൽ ബി $30 million per annum. $30 million per annum. Okay, and project share of allocated fixed cost എടുക്കോ? ഇല്ലല്ലോ. അതെന്താ? അവരെന്തായാലും അത് ഫേസ് ചെയ്യും. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ? പ്രൊജക്റ്റ് കാരണമാണോ? അല്ല.
അപ്പോൾ വി വിൽ നോട്ട് ടേക്ക് ദിസ്. അപ്പോൾ അതാണ് ആ ഓരോ കോൺസെപ്റ്റ് എന്ത് ചെയ്യണം, മനസ്സിലാക്കി നമ്മൾ പോകണം. ഒന്ന് തെറ്റിച്ചാൽ ഇപ്പം ഇതെടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം തന്നെ തെറ്റും. ഓക്കെ, $3 million per annum based on the principle of ability to share, which we will not be taking. Okay. The production capacity of the proposed project in India will be 5 million units. Okay, അപ്പോൾ ഇനിയുള്ള പ്രൊജക്റ്റ് എത്രയാണ്? 5 million units ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. നിലവിൽ എത്രയാണ്? 2 million units അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. സബ്സിഡി കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്യും, അവർ തന്നെ അവിടെ മാനുഫാക്ചർ ചെയ്യുള്ളൂ. അപ്പോൾ അവർ എത്രയാണ്? 5 million units ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. Expected useful life of the proposed plant is 5 years with no salvage value ഇല്ല. Okay. Existing working capital investment for production and sale of 2 million units through exports was 15 million. ഇപ്പം നിലവിലത്തെ എക്സ്പോർട്ടിൽ അവർക്ക് എത്രയാണ് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്? 15 million. പ്രപ്പോസ്ഡ് എത്രയാണ് വരുന്നത്? പ്രപ്പോസ്ഡ് റിക്വയർമെന്റ്സ് ആർ എസ്റ്റിമേറ്റഡ് മീൻസ് പ്രപ്പോസ് ചെയ്യുന്ന പ്രപ്പോസ്ഡ് പ്രൊജക്ടിന്റെ എത്രയാണ് അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? 50 million. നിലവിൽ എത്രയാണ്? 15 million. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്, ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ് അല്ലേ നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ ഇൻക്രിമെന്റൽ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ നമ്മൾ എടുക്കുള്ളൂ. എക്സിസ്റ്റിംഗ് നമ്മൾ എടുക്കില്ല. പ്രപ്പോസ്ഡ് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്തിട്ട് എത്രയാണ് ഇൻക്രിമെന്റൽ വരുന്നത് അതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. Export of the product in the coming year will decrease to 1.5 million units in case the company does not open subsidiary company in India. അപ്പോൾ എന്താണ് അതിന്റെ സംഭവം? നമ്മൾ സബ്സിഡിയറി കമ്പനി നമ്മൾ തുടങ്ങിയില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വർഷത്തിൽ നമ്മൾ തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ്പോർട്ട് കണ്ടിന്യൂ ചെയ്യും. ഒബ്വിയസ്ലി നമ്മൾ എക്സ്പോർട്ട് ആളും. പക്ഷെ എന്താണ്, ഇപ്പോൾ പ്രസന്റിൽ 2 million units ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇനി വരുന്ന വർഷങ്ങളിൽ എന്തായിരിക്കും? 1.5 million units നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഹെവി കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? വി ഹാവ് ടു കാൽക്കുലേറ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കാരണം എന്താ? കാരണം ഈ പ്രൊജക്റ്റ് വന്നാലും ഇല്ലെങ്കിൽ നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ടല്ലോ. ഈ പ്രൊജക്റ്റ് വരുന്നതിന് മുന്നേ നമുക്കൊരു ഇൻകം ഉണ്ട്. എന്താണ് ഇൻകം? എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സബ്സിഡി കമ്പനി വരുമ്പോൾ എക്സ്പോർട്ടിൽ കിട്ടുന്ന വരുമാനം നിൽക്കുവാണല്ലോ. എക്സ്പോർട്ടിൽ വരുന്ന വരുമാനം നമ്മൾ നിൽക്കുവാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസിഡർ ചെയ്യണം. പക്ഷേ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 2 million units ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണോ നമ്മൾ എടുക്കേണ്ടത്? ഇല്ല. കമ്മിങ് ഇയേഴ്സിൽ നമുക്ക് വരാൻ പോകുന്നത് എത്രയാണ്? 1.5 million ആണ്. 1.5 million units ആണ് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കമ്മിങ് ഇയേഴ്സിൽ. ഓക്കെ, 2 million അല്ല, കമ്മിങ് ഇയേഴ്സിൽ 1.5 million. അതായത് സബ്സിഡിയറി തുടങ്ങിയില്ലെങ്കിൽ അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്, അവർക്ക് വരാൻ പോകുന്ന വരുമാനം എക്സ്പോർട്ടിലൂടെയാണ്. ആ എക്സ്പോർട്ടിൽ എത്രയാണ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? 1.5 million units ആണ്. അപ്പോൾ ആ വരുമാനമാണ് നമ്മളിവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ശരി. ഇനി എത്രയാണ് ഇൻകം ടാക്സ് റേറ്റ് വരുന്നത്? 35%. റിക്വയർ റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ സച്ച് പ്രൊജക്ട് ഈസ് 12%, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഡിസ്കൗണ്ടിംഗ് ഫാക്ടർ. Assuming that there will be no variation in the exchange rate of two currencies and all profits will be repatriated as there will be no withholding tax, estimate the net present value of the proposed project in India. NPV കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. തുടങ്ങാം. യെസ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഫാക്ടേഴ്സും അവർ തന്നെ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എന്താ പറഞ്ഞ ഒരു ചാർട്ട് വരക്കാം. പക്ഷെ അത് ആൻസർ ഷീറ്റിൽ പോയിട്ട് വരക്കരുത് കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ചാർട്ട് എന്തായിരുന്നു? NPV is equal to present value of cash inflows minus present value of cash outflows. ഓക്കെ, വേറെ വരക്കുന്നു. ഇനി അടുത്തത് എന്താ? ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെയായിരുന്നു? ഫിക്സഡ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ. ക്യാഷ് ഇൻഫ്ലോസ് എന്തായിരുന്നു? ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസ്. ഫിക്സഡ് ക്യാപിറ്റലിന് നമുക്ക് എന്ത് ചെയ്യും? സാൽവേജ്. വർക്കിംഗ് ക്യാപിറ്റൽ, റിക്കവറി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നത്തിങ് ഈസ് സെറ്റ്, വി വിൽ ടേക്ക് 100%. ഓക്കെ, ഇനി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ വി ഹാവ് ടു കൺസിഡർ വാട്ട്? അതർ കോസ്റ്റ്. അപ്പോൾ നമ്മൾ ക്യാഷ് ഇൻഫ്ലോസ് ഓരോ വർഷം എത്രയാണ്? CFAT കാൽക്കുലേറ്റ് ചെയ്യണം. ആ സ്റ്റേറ്റ്മെന്റ് ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ടാക്സ് സ്റ്റേറ്റ്മെന്റ് വേണം. അതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്ലസ് ഡിപ്രിസിയേഷൻ. വി ഹാവ് ടു കൺസിഡർ അറ്റ് ദി സെയിം ടൈം എന്ത്? അതർ കോസ്റ്റ്. എന്തൊക്കെയാണ് അതർ കോസ്റ്റ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതുപോലെ ഇൻക്രിമെന്റൽ കോസ്റ്റ്.
Okay, so let's begin. Okay, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഡോളർ മില്യണിലല്ലേ? ഓക്കെ, അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയായിരുന്നു? ഫിക്സഡ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 500 million. ഓക്കെ, പിന്നെ എന്തുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഈ ഫിക്സഡ് ക്യാപിറ്റൽ 500 million ആണ് നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ പക്ഷെ എന്താണ്? ഇൻക്രിമെന്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം എന്താ? അവരെന്ത് എക്സിസ്റ്റിങ്ങും തന്നിട്ടുണ്ട്, എസ്റ്റിമേറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻക്രിമെന്റൽ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇൻക്രിമെന്റൽ എത്രയാണ്? എക്സിസ്റ്റിംഗ് വരുന്നത് 50ഉം ഇൻക്രിമെന്റൽ പ്രപ്പോസ് എസ്റ്റിമേറ്റ് ചെയ്തത് 50ഉം എക്സിസ്റ്റിംഗ് വരുന്നത് 15ഉമാണ്. സോ ഇൻക്രിമെന്റൽ ഇപ്പോൾ എത്രയാണ് വരുന്നത്? 35. അപ്പം അത് തന്നാൽ എന്തായാലും നമ്മൾ എടുക്കണം, കാരണം റീപ്ലേസ്മെന്റ് പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്? 535 million. ഓക്കെ, സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? അതർ കോസ്റ്റ് എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? എത്രയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? എക്സ്പോർട്ട് ഓഫ് ദി പ്രൊഡക്റ്റ് ഇൻ ദി കമ്മിങ് ഇയർ വിൽ ഡിക്രീസ് ടു 1.5 million units. ഓക്കെ, അപ്പോൾ സെയിൽ വാല്യൂ എത്ര വരുന്നത്? 1.5 million units ഇൻറ്റു എത്രയാണ്? $80. സോ 1.5 ഇൻറ്റു 80, 120 ലെസ് വേരിയബിൾ കോസ്റ്റ് 1.5 ഇൻറ്റു എത്രയാണ്? 40. അപ്പം നമുക്ക് കിട്ടാൻ പോകുന്ന കോൺട്രിബ്യൂഷൻ എത്രയാണ്? 60 അല്ലേ? യെസ്. നമുക്കത് പോക്കറ്റിലിടാൻ പറ്റുമോ? ഇല്ല, വി ഹാവ് ടു പേ ടാക്സ്, റൈറ്റ്? ടാക്സ് എത്രയാണ്? 35%. 21. അപ്പോൾ നമ്മൾ സബ്സിഡിയറി തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് ഓരോ വർഷം കിട്ടേണ്ടിയിരുന്ന സബ്സിഡിയറി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വർഷവും നമുക്ക് എക്സ്പോർട്ടിലൂടെ കിട്ടിക്കൊണ്ടിരുന്ന ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ കിട്ടാൻ പോകുന്നത് എത്രയായിരുന്നു? 39 ആണ്. അപ്പോൾ സബ്സിഡിയറി തുടങ്ങുമ്പോൾ അന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. $39 million ആണ് ഓരോ വർഷത്തിനും. ഓക്കെ, സോ അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇൻക്രിമെന്റൽ കോസ്റ്റ് ആണ്. ഈ ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റിലാണ് ഇൻക്രിമെന്റ് വന്നിരിക്കുന്നത്. സോ നമ്മൾ CFAT സ്റ്റേറ്റ്മെന്റിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് കാണും. അപ്പം നെക്സ്റ്റ് വൺ നമ്മൾ CFAT സ്റ്റേറ്റ്മെന്റ്. എന്താണ്? സെയിൽ വാല്യൂ എത്രയാണ്? ഇത് സബ്സിഡിയറി കമ്പനിയുടെ കേട്ടോ, പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റിൻ്റെയാണ്. അപ്പോൾ എത്രയാണ് പ്രൊജക്റ്റിന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? 5 million units ആണ്. സോ 5 million unitsന് $80. 400 ലെസ് വേരിയബിൾ കോസ്റ്റ് 5 ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 20. നമുക്ക് കിട്ടാൻ പോകുന്ന കോൺട്രിബ്യൂഷൻ 300. ഓക്കെ, ഇനി അതിൽ നിന്ന് നമുക്ക് എന്താണ്? ഇൻക്രിമെന്റൽ കോസ്റ്റ് വന്നിട്ട്, അതായത് അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ്, അതെത്ര വന്നേക്കും? 30 million. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഒന്നും എടുക്കില്ല കേട്ടോ. കാരണം എന്താ? അത് നമ്മൾ എടുക്കില്ല, ഓൾറെഡി അലോക്കേറ്റഡ് ആണ്. പിന്നെ ഇൻക്രിമെന്റൽ ഏതിൽ മാത്രമേ വരുന്നുള്ളൂ? സബ്സിഡി കമ്പനി ആ പ്രൊജക്റ്റിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മളത് എടുക്കുന്നത്. കൺഫ്യൂഷൻസ് ഒന്നും വരരുത്. ഓക്കെ, ഈ 270 എന്ന് പറയുന്നത് എന്താണ്? EBIDT അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്രിസിയേഷൻ കാണാൻ വിട്ടുപോയിട്ടുണ്ട്. സോ ഡിപ്രിസിയേഷൻ കാണാം. സോ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്?
ഫിക്സഡ് ക്യാപിറ്റൽ മൈനസ് സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലേ. സോ 500 million minus 0. സാൽവേജ് വാല്യൂ നില്ലാണ്. സോ ഹൗ മെനി ഇയേഴ്സ്? 5 years. അപ്പോൾ $100 100 million പെർ ആണോ. അപ്പോൾ ഓരോ വർഷത്തിലെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ 100 million. ഓക്കെ. അപ്പോൾ ലെസ് ഡിപ്രിസിയേഷൻ എത്രയാ? 100. ഓക്കെ. അപ്പോൾ എത്രയാണ്? 170. ഇപ്പോൾ EBIT എന്ന് പറയുന്നത് 170 ആണ്. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. യെസ്. സോ ലെസ് ടാക്സ്. ടാക്സ് എത്രയാണ്? അറ്റ് 35%. എത്രയാ? 59.5. 110.5. ഓക്കെ. സോ CFAT എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് 110.5. CFAT എന്ന് പറയുന്നത് എന്താ? ആഡിങ് ഡിപ്രിസിയേഷൻ ആണ്. സോ വി ഹാവ് ടു ആഡ് ഡിപ്രിസിയേഷൻ ബാക്ക്. എത്രയാ? 100. അപ്പോൾ എത്രയാ വരുന്നത്? നമുക്ക് ഓരോ വർഷം നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻഫ്ലോസ് 210.5 ആണ്. 210.5 ആണ്. ഓക്കെ. യെസ്. അപ്പോൾ നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റും കഴിഞ്ഞു, നമ്മൾ കൺസിഡർ ചെയ്തു, CFAT സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാക്കി. ഇനി നമുക്ക് വാട്ട് ഇസ് ലെഫ്റ്റ്? ടെർമിനൽ ക്യാഷ് ഫ്ലോസ്. ഓക്കെ. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയാണ്? സാൽവേജും റിക്കവറി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ടെർമിനൽ ക്യാഷ് ഫ്ലോസ്. $1 സാൽവേജ് വാല്യൂ അല്ലേ. സാൽവേജ് വാല്യൂ എത്ര? നില്ലാണ്. പിന്നെ റിക്കവറി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ വി ആർ അസ്യൂമിങ് 100%. അപ്പോൾ എത്രയായിരുന്നു വർക്കിംഗ് ക്യാപിറ്റൽ? 35. സോ ഇവിടെയും 35. സോ $35 million ആണ് ഇപ്പം നമ്മളുടെ ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസ്. ഓക്കെ. അപ്പം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തില്ലേ? യെസ്, എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി വാട്ട് ഈസ് ലെഫ്റ്റ്? നൗ വി ക്യാൻ കാൽക്കുലേറ്റ് NPV. സോ NPV is equal to what? Present value of cash inflows minus present value of cash outflows. ഓക്കെ. ഇനി ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് പറഞ്ഞാൽ ഒന്നുമില്ല. ഏതൊക്കെയാണ്? ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസും CFAT. ഇത് രണ്ടുമല്ല നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. CFAT സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 210.5 ആണ്. അത് നമ്മൾ എടുക്കണം. പ്ലസ് നമ്മൾ എന്തും കൂടി കൺസിഡർ ചെയ്യണം? അതർ കോസ്റ്റും കൂടി കൺസിഡർ ചെയ്യണ്ടേ? യെസ്, വി നീഡ് ടു കൺസിഡർ അതർ കോസ്റ്റ്. എന്താണ് അതർ കോസ്റ്റ്? നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് ഓരോ വർഷം നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് എത്ര പോകുന്നുണ്ട്? 39. 210.5 ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല. 39 അവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടി വരുന്നുണ്ട്. സോ 210.5 മൈനസ് 39, ഓക്കെ, ഇൻറ്റു നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഓരോ വർഷം എത്രയാണ് വരുന്നത്? ടോട്ടൽ വരുന്നത് എത്രയാണ്? 0.8929. 5 വർഷമല്ലേ? യെസ്. 0.7972 പ്ലസ് 0.7118 പ്ലസ് 0.6355 പ്ലസ് 0.5674 3.6048. ഓക്കെ. പ്ലസ് ഇനി എന്താണ്? ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസ്. അത് എത്രയാണ് വരുന്നത്? ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസ് 35 ആണ്. 35 അത് ഈ ഇയർ എൻഡിലല്ലേ കിട്ടുന്നത്. അപ്പോൾ 5th ഇയറിൽ എടുക്കാം. എത്രയാണ് 5th ഇയർ? 0.5674. 0.5674. ഓക്കെ. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എത്രയാണ്? 210.5 മൈനസ് 39 ഇൻറ്റു 3.6048. ഓക്കെ. 35 ഇൻറ്റു 0.5674. സോ ടോട്ടൽ എത്രയാണ്? 638.0822. ഓക്കെ. എത്രയാണ് വരുന്നത്? ഇനി പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോസ് എത്ര വരുന്നത്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ NPV is equal to what?
638.0822 മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 535 million. So the final answer is $638.0822 minus 535. 103.0822 million. So positive alle. We can accept the project. That's it. Just the answer കൂടി ഒന്ന് check ചെയ്യാം. Yes, the answer is 103.0822. Since NPV is positive, the proposal should be accepted. Simple ആണ്. That's it. അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് കേട്ടോ. A USA-based company is planning to set up a software development in India. Software development unit in India. അപ്പോൾ US ബേസ്ഡ് കമ്പനിയാണ്. അവരെന്തെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. എവിടെ? ഇന്ത്യയിൽ. ഓക്കെ. Software developed in Indian unit will be bought back by the US parent at a transfer price of $10 million. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ US-ലുള്ള കമ്പനി ഇന്ത്യയിൽ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെന്തായാലും കോസ്റ്റ് വരുമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇനീഷ്യലി അവർ കുറച്ച് ട്രാൻസ്ഫർ ചെയ്യും. എത്രയാണ് എമൗണ്ട്? 10 million. അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി? സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. എന്നിട്ട് അത് കഴിഞ്ഞ് വൺസ് അത് ഡെവലപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യും? തിരിച്ച് US-ലോട്ട് ഇത് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുപോകും. ദ യൂണിറ്റ് വിൽ റിമൈൻ ഇൻ എക്സിസ്റ്റൻസ് ഇൻ ഇന്ത്യ ഫോർ 1 year. അപ്പോൾ 1 yearനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. 1 yearനുള്ളിൽ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും? ഇറ്റ് ടു ഗെറ്റ് ഡെവലപ്പ് വിത്തിൻ ദിസ് ടൈം ഫ്രെയിം. ഓക്കെ. ദ US ബേസ്ഡ് കമ്പനി വിൽ സബ്ജക്ട് ടു കോർപ്പറേറ്റ് ടാക്സ് ഓഫ് 30%, വിത്ത് ഹോൾഡിംഗ് ടാക്സ് ഓഫ് 10% ഇൻ ഇന്ത്യ. എന്ന് വെച്ചാൽ നോർമലി ഇവിടെ എന്തെങ്കിലും പ്രൊജക്ട് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്ന നോർമലി ഇവിടെ പേ ചെയ്യുന്ന ഒരു ടാക്സ് എന്തായാലും പേ ചെയ്യണം 30%. പിന്നെ വിത്ത് ഹോൾഡിംഗ് ടാക്സ് അറ്റ് 10%. അതായത് ഇവിടുന്ന് വാട്ട് എവർ പ്രോഫിറ്റ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് അത് ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ എന്തും കൂടി അടക്കണം? വിത്ത് ഹോൾഡിംഗ് ടാക്സും കൂടി അടക്കണം. അത് അടച്ചാലേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ. ആൻഡ് വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ ടാക്സ് ക്രെഡിറ്റ് ഇൻ ദ US. സോഫ്റ്റ്വെയർ ഡെവലപ്പ് വിൽ ബി സോൾഡ് ഇൻ ദ US മാർക്കറ്റ് ഫോർ $12 million. അപ്പോൾ അവർ പോയിട്ട് എന്ത് ചെയ്യും? US മാർക്കറ്റിൽ പോയിട്ട് സെയിൽ ചെയ്യും. എത്രയാണ്? 12 million. ഓക്കെ. അതർ എസ്റ്റിമേറ്റ്സ് ആർ എസ് ഫോളോസ്. അപ്പോൾ റെൻറ്റ് അപ്പോൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ അതിന് റെൻറ്റ് എത്രയാണ്? ഫോർ ഫുള്ളി ഫർണിഷ്ഡ് യൂണിറ്റ് 15 lakhs ആണ്. മാൻ പവർ കോസ്റ്റ് തന്നിട്ടുണ്ട്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അതർ കോസ്റ്റ് തന്നിട്ടുണ്ട്. അഡ്വൈസ് ദി US കമ്പനി ഓൺ ദി ഫിനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ദി പ്രൊജക്ട്. $/ഡോളർ റേറ്റ് ഈസ് റുപ്പീസ് പെർ ഡോളർ എത്രയാണ്? 48 ആണ്. അസ്യൂം 365 days എ ഇയർ. ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇത് USA ആണെന്ന് വിചാരിക്കും. ഇതെന്താണ്? ഇന്ത്യ. ഇപ്പോൾ US ഇങ്ങനെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഇന്ത്യയിൽ ചീപ്പായിട്ട് ലേബേഴ്സിനും എല്ലാം കിട്ടുമല്ലോ. അപ്പോൾ അവരിവിടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇത് വെറുതെ കിട്ടുമോ? ഇല്ല. ഇനീഷ്യലി അവർ കുറച്ച് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് എത്ര സ്പെൻഡ് ചെയ്യുന്നത്? $10 million അല്ലേ? ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണ്? 10 million. യെസ്. 10 million എന്ത് ചെയ്യാണ്? അവർ ഇനീഷ്യലി സ്പെൻഡ് ചെയ്യും. ഓക്കെ. എന്നിട്ട് സോഫ്റ്റ്വെയർ അവർ വിചാരിക്കുന്നത് 1 year ആണ്. അപ്പോൾ 1 year ടൈമിനുള്ളിൽ എന്ത് ചെയ്യും? സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പിന് എന്ത് ചെയ്യും? കുറച്ച് കോസ്റ്റ് ഇൻകർ ചെയ്യും. ഓക്കെ. ആ കോസ്റ്റ് ഇൻകർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനീഷ്യലി അവർ 10 million ആണ് കോസ്റ്റ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ പ്രൈസ് ചെയ്യുന്നത്. കുറച്ച് കോസ്റ്റും കാര്യങ്ങളും ഇൻകർ ചെയ്യും. അത് കഴിഞ്ഞ് വൺസ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യും? US-ലോട്ട് കൊണ്ടുപോകും. എത്ര? അവിടെ സെയിൽ ചെയ്യാൻ 12 million. അപ്പോൾ ഇനീഷ്യലി അവർ 10 million ട്രാൻസ്ഫർ ചെയ്യുന്നു. 12 million അവർ വിൽക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 2 million എന്തായാലും അവർക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് അറിയാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് അവർ കോസ്റ്റും എന്ത് ചെയ്യുന്നു? ഇൻകർ ചെയ്യുന്നുണ്ട് ഈ 10 million. അപ്പോൾ ഈ 10 million മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ബാക്കി അവർക്ക് തിരിച്ച് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിക്കൂടെ US-ലോട്ട്? പക്ഷെ ആര് വരും? നമ്മൾ നിർമ്മല മാം. ഇവിടെ പോപ്കോണിന് തന്നെ ഞാൻ ഇവിടെ ടാക്സ് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ടല്ലേ ഇവിടുന്ന് പ്രോഫിറ്റ് ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? വിത്ത് ഹോൾഡിംഗ് ടാക്സും കൂടി അടക്കണം. എന്ത് ടാക്സും കൂടി? വിത്ത് ഹോൾഡിംഗ് ടാക്സ്. വിത്ത് ഹോൾഡിംഗ് ടാക്സും കൂടി അടക്കണം. അടച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുപോവാം. കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? അവിടെ പോയിട്ട് വിറ്റിട്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മളെടുത്ത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പം നമുക്കിനി ആൻസർ ചെയ്യാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഇവരാദ്യം എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ കോസ്റ്റും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഫസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് അവരെന്ത് ചെയ്യും?
ട്രാൻസ്ഫർ പ്രൈസ് ചെയ്യും. എത്രയാണ് ചെയ്യുന്നത്? ട്രാൻസ്ഫർ പ്രൈസ് 10 million ആണ്. പക്ഷേ അതിന് എത്രയാണ് കോസ്റ്റൊക്കെ ഇൻകർ ചെയ്യുന്നത്? റെൻറ്റ് കാര്യങ്ങളൊക്കെ റെൻറ്റ് 15 lakhs, മാൻ പവർ കോസ്റ്റ് 80 സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ വിൽ ബി വർക്കിംഗ് ഫോർ 10 hours ആണ് കേട്ടോ. 10 hours 400 per man hours each day. ഓക്കെ, 365 days അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ത്യൻ കറൻസിയിലാണ്. അപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിന് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ പ്രൈസ് ഇനീഷ്യലി അവർ ചെയ്യുന്നത് എത്ര മില്യൺ ആണ്? 10 million ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇന്ത്യൻ കറൻസിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പോൾ 10 million കൺവേർഷൻ ഫോറക്സ് ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? യെസ്. 10 million എന്ന് പറയുന്നത് ഡോളേഴ്സാണ്. സോ ഡോളർ എന്ന് പറയുന്നത് റുപ്പീസ് പെർ ഡോളർ ആണ്. സോ ബേസ് കറൻസി ടു പ്രൈസ് കറൻസി മൾട്ടിപ്ലൈ. സോ 10 into 48. 10 into 48 എന്ന് പറയുന്നത് 480 million ആണ് ഇതിൽ. ബാക്കി നമുക്ക് തന്നേക്കുന്നതൊക്കെ ലാക്സ് ആണ്. അപ്പോൾ ലാക്സിനെ നമ്മൾ മില്യനെ നമ്മൾ ലാക്സിലാക്കണ്ടേ? അപ്പോൾ ഇൻറ്റു 10. 10 into 48 into 10 എന്ന് പറയുമ്പോൾ എത്രയാ? റുപ്പീസ് ഇൻ ലാക്സ് 4,800 lakhs. ഇതാണ് അവരുടെ ട്രാൻസ്ഫർ പ്രൈസ്. അപ്പോൾ 4,800 lakhs മൊത്തം ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമുക്ക് ഇൻകർ ചെയ്ത കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് റെൻറ്റ് എത്ര? 15 lakhs. 15 lakhs. പിന്നെ അടുത്തത് മാൻ പവർ കോസ്റ്റ് എത്രയാണ് വന്നേക്കുന്നത്? 80 സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് ഉണ്ട്, വർക്കിംഗ് 10 hours. ഈ എത്ര? ഒരു 10 hours ഉണ്ട്. എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? 365 days വർക്ക് ചെയ്യുന്നുണ്ട്. പെർ അവറിന് എത്ര രൂപയാണ്? 400 രൂപ. അപ്പോൾ എത്രയാണ്? 80 into 10 into 365 into 400. അപ്പോൾ എത്ര വരുന്നത്? 1168 lakhs. 1168 lakhs. ഓക്കെ. പിന്നെ അടുത്ത എന്താ വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അതർ കോസ്റ്റ് 12 lakhs. ഓക്കെ. അപ്പോൾ 4,000 ഇത്രയും കോസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എത്രയാണ് കിട്ടുന്നത് തിരിച്ച്? 15 minus 1168 minus 12. 3,605 lakhs. അപ്പോൾ ആര് കയറി വരും? നമ്മുടെ ഇല്ല. ഇനി നമുക്ക് നോർമൽ പേ ചെയ്യേണ്ട ടാക്സ് എത്ര വരുന്ന? ടാക്സ് അറ്റ് 30%. 1,081.5. 3,605 minus 1,081.5 എത്രയാണ്? 2,523.5. ഇനി നമ്മൾ നിർമ്മല മാം വരും. കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? വിത്ത് ഹോൾഡിങ് ടാക്സും കൂടി അടക്കണം അറ്റ് 10%. അല്ലെങ്കിൽ നീ കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണം. 252.35. So 2523.5 minus 252.35. അപ്പോൾ 2271.15 ആണ് അവർക്ക് ഇന്ത്യയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ. അവർക്ക് അതിന് റുപ്പീസിലാണ് അവർ കൊണ്ടുപോകുന്നില്ല. ദേ വിൽ കൺവേർട്ട് ടു ഡോളേഴ്സ്. അപ്പോൾ എത്രയാണ്? 48 തന്നെ തന്നിരിക്കുന്നു. സോ 48 തന്നെ എടുക്കാം. അപ്പോൾ ഇത് റുപ്പീസാണ്. സോ റുപ്പീസ് ടു ബേസ് കറൻസി ഡിവിഷൻ 2271.15 divided by 48. 2271.15 divided by 48. അപ്പോൾ എത്രയായിരുന്നു? 47.3156 ആണ്. പക്ഷേ നമുക്ക് വേണ്ട ലാക്സ്. അങ്ങനെയാണെങ്കിൽ അത് 47 എത്രയാണ്? ലാക്സിലാണ് വരുന്നത്. അപ്പോൾ നമുക്കത് മില്യൺ ആക്കണം. കാരണം ബാക്കി അവർ തിരിച്ച് മാർക്കറ്റ് സെയിലൊക്കെ ചെയ്യുന്നത് 12 million അല്ല. സോ വിൽ മേക്ക് ഇറ്റ് 2 million. അഗെയിൻ ഡിവൈഡ് ബൈ 10. അപ്പോൾ എത്രയാണ്? 4.73 million. അപ്പോൾ ഇത്രയാണ് അവർക്ക് ഇന്ത്യയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ആക്ച്വലി കോസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എത്രയേ വന്നിട്ടുള്ളൂ? കോസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ എത്രയേ വന്നിട്ടുള്ളൂ? അവരെ ഇനീഷ്യലി 10 million ട്രാൻസ്ഫർ ചെയ്തു. പക്ഷെ അവർക്ക് 4.73 തിരിച്ചു കിട്ടി. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എത്രയാണ്? $5.27 million അല്ലേ? യെസ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? മാർക്കറ്റിൽ പോയി സെയിൽ ചെയ്യും. എത്രയാണ്? അപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്? 12 million അവർ സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് 12 million കിട്ടും. 5.27 ആണ് അവർക്ക് വരുന്ന ആക്ച്വൽ കോസ്റ്റ്. 12 minus 5.27
$6.73 million അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ വയബിൾ അല്ലേ, പ്രോഫിറ്റ് അല്ലേ? സോ ഇറ്റ് ഈസ് ഫിനാൻഷ്യലി വയബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ദ ആൻസർ ഈസ് റിപ്പാട്രിയേറ്റ് ചെയ്ത എമൗണ്ട് 4.7 ആണ്. അതായത് നമുക്ക് എത്രയാണ് കിട്ടിയത്? 4.73 ആണ്. അപ്പോൾ അവർ 4.7 എടുത്തിട്ടുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞതിന് ശേഷം 5.268 വിച്ച് ഇസ് നത്തിങ്, നമുക്ക് 5.27 ആണ്. സോ ഇറ്റ് ഈസ് അഡ്വൈസ് ടു ഡെവലപ്പ് ദ സോഫ്റ്റ്വെയർ ഇൻ ഇന്ത്യ. കാരണം ഫിനാൻഷ്യൽ വയബിൾ ആണ്. അതിന് ഓൾട്ടർനേറ്റീവ് ഒന്നും നോക്കേണ്ടത് തന്നെ. ഓക്കെ ആണ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? NPV അല്ലേ? NPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഈ ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ there are two types of cash inflows. എന്തൊക്കെയാണ് two types of cash flows വരുന്നത്? ഒന്ന് നോമിനൽ ക്യാഷ് ഫ്ലോസും ഒന്ന് റിയൽ ക്യാഷ് ഫ്ലോസും. എന്താണ് റിയൽ ക്യാഷ് ഫ്ലോസും നോമിനൽ ക്യാഷ് ഫ്ലോസും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കടയിൽ പോയെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു 500 രൂപേൻ്റെ ഷൂസ് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ 500 രൂപ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഐ എം ഗിവിങ് ഹിം 500 rupees. പക്ഷെ ഞാൻ കൊടുക്കുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 500 രൂപയുണ്ട്. ഞാൻ ഈ 500 രൂപ നോട്ട് എടുത്തിട്ട് ഞാൻ ചേട്ടനോട് പറയും, ചേട്ടനറിയോ ഇതിൽ 500 രൂപയാണെങ്കിലും ഇൻഫ്ലേഷൻ കൂടി വരുമ്പോൾ ചേട്ടന് ഇത് എത്ര രൂപയാണെന്ന് അറിയാമോ? ഇൻഫ്ലേഷൻ കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വരുമ്പോൾ 500 വാല്യൂ എത്രയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടന് ഇതെന്താ ഭ്രാന്താണെന്ന് പറയും അല്ലേ? അതായത് നമ്മളെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻഫ്ലേഷൻ എത്രയായിരുന്നു നമ്മൾ നോക്കാറുണ്ടോ? ഇല്ല. അതാണ് നമ്മളെ കയ്യിൽ റിയൽ ക്യാഷ് ഫ്ലോസ് എന്ന് നമ്മളെ കയ്യിലുള്ള പൈസ. അതിൽ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ടോ? ഹൗ മച്ച് എമൗണ്ട് ദാറ്റ് വി ഹാവ് ഇൻ അവർ ഹാൻഡ്, that is our real cash flows. How much amount that we have in our hand. So that means there is no inflation, nothing അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. So which means real cash flows means there is no inflation. അപ്പോൾ നോമിനൽ ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഇൻഫ്ലേഷനും കൂടി അഡ്ജസ്റ്റ് ചെയ്ത വാല്യൂ ആണ് നോമിനൽ ക്യാഷ് ഫ്ലോസ്. അതായത് നമ്മുടെ കയ്യിലുള്ള റിയൽ എമൗണ്ട് അതിന് കൂടെ ഇൻഫ്ലേഷൻ കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും എമൗണ്ട് വരിക? അതാണ് നോമിനൽ ക്യാഷ് ഫ്ലോസ്. അത്രയേ ഉള്ളൂ. So nominal and real cash flows. Nominal cash flows is, it includes what? It includes inflation. It includes inflation. Real cash flows means excludes inflation. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരുന്നത്? അപ്പോൾ നമ്മളെ കയ്യിൽ റിയൽ ക്യാഷ് ഫ്ലോസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇൻഫ്ലേഷൻ കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണല്ലോ നോമിനൽ ക്യാഷ് ഫ്ലോസ്. ഇൻഫ്ലേഷൻ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ മീൻസ് റിയൽ ക്യാഷ് ഫ്ലോസ് നമ്മളെ കയ്യിൽ ഇപ്പോൾ 500 രൂപയാണെങ്കിൽ 500 രൂപയുടെ കൂടെ നമ്മൾ ഇൻഫ്ലേഷൻ കൂടി നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ മീൻസ് അപ്പോൾ ആ എമൗണ്ട് കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി വിൽ മൾട്ടിപ്ലൈ. അപ്പോൾ ഇൻറ്റു 1 പ്ലസ് ഇൻഫ്ലേഷൻ റേറ്റ്. കാരണം ഈ ഒരു എമൗണ്ട് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫ്ലേഷൻ റേറ്റും കൂടി അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ കോമ്പൗണ്ട് ചെയ്യും. അപ്പോൾ 1 പ്ലസ് ഇൻഫ്ലേഷൻ റേറ്റ് ഫോർ ഹൗ മെനി ഇയേഴ്സ്? സോ ദാറ്റ് ഓൾസോ വി ഹാവ് ടു കൺസിഡർ. ദാറ്റ് ഈസ് ഹോൾ റേസ് ടു 10. ഓക്കെ, യെസ്. അപ്പോൾ റിയൽ ക്യാഷ് ഫ്ലോസ് തന്നെ എക്സ്ക്ലൂഡ്സ് ഇൻഫ്ലേഷൻ. അപ്പോൾ നോമിനൽ ക്യാഷ് ഫ്ലോസ് നിന്ന് ഡിഡക്ട് ചെയ്യുക. ഡിഡക്ട് മീൻസ് നത്തിങ് ബട്ട് ഡിവൈഡ്. ഡിവൈഡ് ചെയ്യുമ്പോൾ the amount will reduce. Yeah. So 1 plus inflation rate whole raised to t. Just time period. Okay. So we'll do a question. Study material question number 3 ആണ് കേട്ടോ. XY Limited is engaged in large retail business in India. Okay. It is contemplating for expansion into a country. Okay. Expansion into a country of Africa by acquiring group of stores having the same line of operation as that of India. ഇപ്പോൾ XY Limited എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. പക്ഷെ എന്താ ആഫ്രിക്കയിലും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് ലൈക്ക് എ പ്രൊജക്ട്. യെസ്. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് വാട്ട്? NPV. Yes. The exchange rate for the currency of the proposed African country is extremely volatile. Rate of inflation is presently 40% a year. Okay. Inflation in India is 10% a year. So management of XY Limited expects these rates likely to continue for the foreseeable future. അതായത് ഇൻഫ്ലേഷൻ ചേഞ്ച് ആവുന്നില്ല തന്നെയായിരിക്കും. Estimated projected cash flows in real terms. This is important. Real terms means there is no inflation. അപ്പോൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാത്ത എമൗണ്ട് ആണ് ഇവർ, അതായത് റിയൽ ആയിട്ട് എത്ര ക്യാഷ് ഫ്ലോസ് കിട്ടുന്നു, ദാറ്റ്സ് വാട്ട് ഇതിൽ തന്നേക്കുന്നത്. ഓക്കെ. ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് ആഫ്രിക്കൻ കൺട്രി ഫോർ ഫസ്റ്റ് 3 years ഓഫ് ദി പ്രൊജക്ട് ആർ ആസ് ഫോളോസ്. ഓക്കെ.
ഇയർ 0 മീൻസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. ഓക്കെ, ഇയർ 1, 2, 3 എല്ലാം തന്നിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് ഗിവൺ ഇൻ റൺസ്, ആഫ്രിക്കൻ റൺസിലാണ് തന്നേക്കുന്നത്. ഓക്കെ, ഇതും റുപ്പീസിലാണ് തന്നേക്കുന്നത്. XY Limited assumes that year 3 nominal cash flows will continue to be earned each year indefinitely. Okay, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. It evaluates all investments using nominal cash flows. അപ്പോൾ എല്ലാം നോമിനൽ ക്യാഷ് ഫ്ലോസിലാണ് കാണുന്നത്. നമുക്ക് തന്നേക്കുന്ന റിയൽ ആണ്, അപ്പോൾ നമ്മൾ എന്തായിട്ട് മാറ്റണം? നോമിനൽ ക്യാഷ് ഫ്ലോസ് ആയിട്ട് നമ്മൾ മാറ്റണം. ഓക്കെ, ആൻഡ് എ നോമിനൽ ഡിസ്കൗണ്ട് റേറ്റ് ആൻഡ് പ്രസന്റ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ആഫ്രിക്കൻ റൺ ടു റുപ്പീസ്. അപ്പോൾ റൺ ടു റുപ്പീസ് എന്ന് പറയുന്നത് എത്രയാണ്? തന്നിരിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് 6. ഓക്കെ, you are required to calculate the net present value of the proposed investment considering the following. African rand cash flows are converted into rupees. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും കൺവേർട്ട് ചെയ്യണം റുപ്പീസിലോട്ട്. ഓക്കെ, at discounted at a risk adjusted rate. All cash flows for 3 projects will be discounted at a rate of 20% ആണ് ഡിസ്കൗണ്ടിങ് റേറ്റ്. ഓക്കെ, ഇഗ്നോർ ടാക്സേഷൻ, പിന്നെ ഓരോ വർഷത്തിൽ ഇതും തന്നിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത് NPV ആണ്. NPV ആണ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. അപ്പോൾ അതിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എത്രയാണെന്ന് നോക്കാം. പക്ഷെ അത് റിയൽ ക്യാഷ് ഫ്ലോസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നോമിനൽ ക്യാഷ് ഫ്ലോസ് ആക്കണം. ഓക്കെ, ഇയർ 1, ഇയർ 2, ഇയർ 3. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യയിലെ ക്യാഷ് ഫ്ലോസ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ക്യാഷ് ഫ്ലോസ്, ഇന്ത്യയിൽ എത്രയാണ് ക്യാഷ് ഫ്ലോസ് തന്നേക്കുന്നത്? ദിസ് ക്യാഷ് ഫ്ലോസ് ഈസ് ഇൻ റുപ്പീസ്. ഓക്കെ, ഇയർ 1 എത്ര തന്നേക്കുന്നത്? -1,500. ഓക്കെ, -2,500. ഇനി ഇതിലെന്താണ്? ഇൻഫ്ലേഷനും കൂടി അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. സോ ഇൻഫ്ലേഷൻ എത്ര ഇന്ത്യയിൽ? 10% ആണ്. ഇനി നമ്മൾ എത്രയാണ്? നോമിനൽ ക്യാഷ് ഫ്ലോസ്. നോമിനൽ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് എന്താണ്? വി ഹാവ് ടു മൾട്ടിപ്ലൈ അല്ലേ? -1,500 ഇൻറ്റു 1.10. ഒറ്റ വർഷമല്ലേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ -2,000 ഇൻറ്റു 2 വർഷം, -2,500 ഇൻറ്റു 1.10 raised to cube. So answer will be 10 -1,650 -2,000 into 1.10 into 1.10 -2420 -2,500 into 1.10 into 1.10 -3327.5. ഓക്കെ, ഡൺ. ഇനി അടുത്തത് ആഫ്രിക്ക. ആഫ്രിക്കയിലെ ക്യാഷ് ഫ്ലോസ്, ഇറ്റ്സ് ഇൻ റൺസ്. യെസ്, എത്ര വരുന്നത്? 50,000, 70,000, അടുത്ത് 90,000. ഓക്കെ, ഇനി അതിൻ്റെ ഇൻഫ്ലേഷൻ എത്ര വരുന്നത്? 40%. ഓക്കെ, ഇനി അതിൽ നോമിനൽ ക്യാഷ് ഫ്ലോസ് 50,000 ഇൻറ്റു 1.40. സെയിം സാധനം, 70,000 ഇൻറ്റു 1.40 സ്ക്വയർ 90,000 ഇൻറ്റു 50,000 into 1.40, 70,000 into 1.40 1,37,200. 2,46,960. 2,46,960. It's in rupees, this in rands. So now we have to convert that
2 rupees, right? Yes. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, എക്സ്ചേഞ്ച് റേറ്റ് കാണണം. നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് പക്ഷേ സ്പോട്ടിൽ മാത്രമേ തന്നിട്ടുള്ളൂ. ഇയർ 1, ഇയർ 2, ഇയർ 3 ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഇക്വേഷൻ വെച്ച് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് കാണാം? എക്സ്പെക്റ്റഡ് സ്പോട്ട് PPP ഇക്വേഷൻ. ഫോറക്സിൽ പഠിച്ചിട്ടില്ലേ? യെസ്. സോ PPP ഇക്വേഷൻ വെച്ച് നമുക്ക് കാണാം. എന്താണ് ഈ PPP ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സ്പെക്റ്റഡ് സ്പോട്ട് ഇസ് ഈക്വൽ ടു spot into 1 plus RA divided by 1 plus RB. RA stands for rate of inflation of price currency. RB stands for rate of inflation of base currency. Yes. So then in year 1, the expected spot will be spot 6 into price currency here is rand. So it is 40%. So it is 1.40 divided by 1.10. So 6 into 1.40 divided by 1.10. 7.6364. 7.6364. In year 2, expected spot is equal to 7.6364 into 1.40. 7.6364 into 1.40 divided by 1.10. 9.7191. 9.7191. Okay. Year 3, expected spot is equal to 9.7191 into 1.40 divided by 1.10. 9.7191 into 1.40 divided by 1.10. 12.3698. 12.3698. So these are the exchange rates. So we will be converting the exchange rate. So nominal cash flows in rupees. എത്ര വരുന്നത്? ഫസ്റ്റ് ഇയറിൽ എക്സ്ചേഞ്ച് റേറ്റ് എത്ര വരുന്നത്? 7.6364. 70,000 എന്ന് പറയുന്നത് rands ആണ്. So that is divided by 7.6364. So it will be 9166.62. 9166.62. Next, 1,37,200 divided by 9.7191. 14,116.53. Okay. Next, 2,46,960 divided by 12.3698. 19,964.75. 19,964.75. Okay. അപ്പോൾ ടോട്ടൽ നോമിനൽ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇന്ത്യൻ റുപ്പീസിൽ -1650 പ്ലസ് 9166.62. സോ 7516.62. നെക്സ്റ്റ് -2420 പ്ലസ് 14116.53. 11,696.53. Next, -3327.5 plus 19,964.75. 16,637.25. ഇതാണ് ടോട്ടൽ നോമിനൽ ക്യാഷ് ഫ്ലോസ്. ഓക്കെ. പിന്നെ അവർ ആ ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? XY Limited assumes that year 3 nominal cash flows will continue to be earned each year indefinitely. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഓരോ വർഷം ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ വർഷത്തിലും എന്തുണ്ട്? ഈ ഇയർ 3 എത്രയാണോ നോമിനൽ ക്യാഷ് ഫ്ലോസ് വന്നത് അത് തന്നെയായിരിക്കും പിന്നീടുള്ള ഇയേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുക? ഏൺ ചെയ്യുക. ഒരു ഫിക്സഡ് ക്യാഷ് ഫ്ലോസ് ആയിരിക്കും ഏൺ ചെയ്യുക. ഈ എമൗണ്ട് ആണ് ആ ക്യാഷ് ഫ്ലോ. ദാറ്റ് വിൽ ബി ഏൺഡ് എവറി ഇയർ. അപ്പം അങ്ങനത്തെ ക്യാഷ് ഫ്ലോസ് നമ്മൾ എന്താ പറയുക? ആനുവിറ്റി പെർപെച്വൽ ഇൻ നേച്ചർ. എന്താണ്? ആനുവിറ്റി പെർപെച്വൽ ഇൻ നേച്ചർ. അതിൻ്റെ ഇനി അങ്ങോട്ടേക്കുള്ള ഇൻഫിനിറ്റ് പീരീഡ് ആണല്ലോ. അതിൽ എല്ലാ വർഷവും ഈ സെയിം ക്യാഷ് ഫ്ലോസ് ആണല്ലോ. അപ്പം ഈ ഇയർ ത്രീയിലാണല്ലോ നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള
അടുത്ത വർഷം തൊട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും എമൗണ്ട് വരും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇയർ 1, ഇയർ 2, ഇയർ 3 ആണ്. അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ സപ്പോസ് ഇയർ 1-ലാണ് ഞാൻ നിൽക്കുന്നത്, അടുത്ത വർഷം തൊട്ട് ഇനി ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് എമൗണ്ട് വരുന്ന ഇയർ 1-ൽ ഐ വിൽ കാൽക്കുലേറ്റ് ഇനി അങ്ങോട്ടേക്ക് എത്രയാണെന്ന്, അല്ലേ? ഇവിടെ ഇയർ 3 കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്ക് ഇത്ര ഓരോ വർഷത്തിൽ നിന്ന് വരുന്നു മീൻസ് ഇയർ 3-ൽ ഐ വിൽ കാൽക്കുലേറ്റ്. ഓക്കെ, അപ്പോൾ ഇയർ 3-ലാണ് ഈ കോളം വരുന്നത്. ഇറ്റ് ഈസ് ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസ് ആണ് ഇയർ 3 ഇനി അങ്ങോട്ടേക്ക് എന്തായിരിക്കും ഈ സെയിം എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിനെ നമ്മൾ ആനുവിറ്റി പെർപെച്വൽ നേച്ചർ എന്നാണ് പറയുക. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോസ് ഡിവൈഡഡ് ബൈ ഡിസ്കൗണ്ടിങ് റേറ്റ്. എന്താണ്? ക്യാഷ് ഫ്ലോസ് ഡിവൈഡഡ് ബൈ ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ് ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് എമൗണ്ട് ആണ് നമുക്ക് ഇനി സ്ഥിരമായിട്ട് കിട്ടാൻ പോകുന്നത്? ഇയർ 3-ലെ ടോട്ടൽ നോമിനൽ ക്യാഷ് ഫ്ലോസ്. അതെന്ന് പറഞ്ഞാൽ 16,000 അല്ലേ? യെസ്, 16,637.25. ഇവരുടെ ഡിസ്കൗണ്ടിങ് റേറ്റ് എത്രയാ? 20%. സോ 0.20. 16,637.25 ഡിവൈഡ് ബൈ 0.20. അപ്പോൾ എത്ര വരുന്നത്? 83,186.25. 83,186.25. So that will be my terminal cash flows. അതായത് ഇയർ 3-ലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, കാരണം ഇയർ 4 ഓൺവേർഡ്സ് ആണ് നമുക്ക് ഇനി കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ 83,186.25. അപ്പോൾ ടോട്ടൽ ക്യാഷ് ഫ്ലോസ് എത്ര വരുന്നത്? 7516.62, 11,696.53, ഇനി 0.25 എത്ര വരുന്നത്? 99,823.5. 99,823.5. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ബാക്കിയും കൂടി വരുന്നുണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യണം കേട്ടോ, നോട്ട് ഡൗൺ ചെയ്യണേ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് കിട്ടി ഓരോ വർഷം നമുക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് ഇൻഫ്ലോസ്. ഇനി അതിനെ പ്രസന്റ് വാല്യൂവിലോട്ട് ആക്കണ്ടേ? സോ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്രയാണ് വരുന്നത്? 0.833, 0.694, പിന്നെ 0.579. അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? 7516.62 ഇൻറ്റു 7516.62 ഇൻറ്റു 0.833, 6261.34. ഓക്കെ, 11,696.53 ഇൻറ്റു 0.694, 8,117.39, 99,823.5 into 0.579, so it will be 57,797.81. 57,797.81. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 6261.34 പ്ലസ് 8117.39 പ്ലസ് 57,797.81. So how much it will be? So 72,176.54. 72,176.54. That will be my present value of cash inflows. Cash outflows എത്ര വരുന്നത്? ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി നമുക്ക് എത്രയാണ് ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്ന് ഇന്ത്യൻ റുപ്പീസ് 50,000. ഓക്കെ, പിന്നെ രണ്ട് നമ്മൾ 2 lakh റൺസിലല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. എത്രയാ? 2 lakh ഡിവൈഡഡ് ബൈ സ്പോട്ടിലല്ലേ, സോ ഡിവൈഡ് ബൈ 6. എക്സ്ചേഞ്ച് റേറ്റ് 6 ആണല്ലോ. സോ 2 lakh ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 33,333, which is 2 lakh divided by 6. So it will be 83,333. So NPV is equal to how much? 72,176.54 minus 83,333. So it will be negative 11,156.46. 11,156.46. ജസ്റ്റ് ബ്രാക്കറ്റിൽ 00 കൂടി ഇടണം, കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം 00-ലല്ലേ തന്നേക്കുന്നത്. ഫൈനൽ ആൻസറിൽ ചെയ്താലും മതി, കാരണം എല്ലാം 00. ഓക്കെ, സോ നെഗറ്റീവ് ആണ്, അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ? വേണ്ട.
സോ NPV is equal to 11,156.46. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ആൻസറും കൂടി ചെക്ക് ചെയ്യാം. 11,156. ഓക്കെ, അപ്പോൾ നെഗറ്റീവാണ് കേട്ടോ. ശരി, അപ്പം ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ കാണിക്കുകയാണ്. എനിക്ക് എക്സംഷൻ കിട്ടിയ അറ്റംപ്റ്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. May 2025, question number 4A. Peacock Inc., a US-based company, is planned to set up software development unit in India. Unit will remain in existence in India for 1 year. Our software is expected to develop within this time frame. So it will be bought back at a transfer price 4 million. റെൻറ്റ്, പിന്നെ അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പം നമ്മൾ ചെയ്തില്ലേ, അത് തന്നെ. ഇതിൽ ആകെ ഒറ്റ വ്യത്യാസമുള്ളൂ, കോർപ്പറേറ്റ് ടാക്സ് 20% ഉണ്ട്, വിത്ത് ഹോൾഡിംഗ് ടാക്സ് ഇല്ല. അപ്പോൾ വിത്ത് ഹോൾഡിംഗ് ടാക്സ് കാണണം, ബാക്കി എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ ഡയറക്റ്റ് ആയിട്ടാണ് ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഇവരെ എത്ര മാർക്സിന് അവർ ചോദിച്ചത്? 6 മാർക്ക്. ഐ ഗോട്ട് ഫുൾ മാർക്സ്. അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ആൻസറും കൂടി ഞാൻ ചെയ്തു. ഇവാലുവേറ്റ് ഫിനാൻഷ്യൽ വയബിലിറ്റി, റവന്യൂ ഫ്രം ഇന്ത്യ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഐ ഗോട്ട് 1,704. അപ്പോൾ ക്യാൻ ബി റിപ്പാട്രിയേറ്റഡ്. ഇക്വലൻറ്റ് ഡോളേഴ്സ് എത്ര? 20.29, വിച്ച് ഈസ് ഞാൻ എന്ത് ചെയ്തു, മില്യൺ ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്തു, വിച്ച് ഈസ് 2.03 മില്യൺ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് വരുന്നത് 1.97 ആണ്. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് 4.03 കിട്ടും. ഇനി പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ തരുന്ന പോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ്. ഇറ്റ് ഈസ് ഫിനാൻഷ്യലി വയബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ഇവർ മിക്കവാറും ചോദിക്കും. RTPC MTPCയിലൊക്കെ ഇതിലെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്, നിങ്ങൾക്ക് ചെയ്ത് ഫുൾ മാർക്സ് തന്നെ വാങ്ങിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഈ വീഡിയോ കഴിഞ്ഞു, നിങ്ങൾക്ക് ഇതെല്ലാം ഹെൽപ്ഫുൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നിങ്ങളോട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, ബിഹൈൻഡ് എവറി വീഡിയോ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ്. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. അപ്പോൾ എനിക്ക് ഇനിയും കുറേ വീഡിയോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. സോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ കാണാം. അപ്പോൾ ശരി, ബൈ.